നോമ്പിൻ്റെ ചിന്തയിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ക്രിസ്തുവിൽ സ്നേഹിതരെ, നോമ്പിൻ്റെ രണ്ടാമത്തെ ചിന്ത ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നന്മ നിറഞ്ഞ മനസ്സിൻ്റെ അവസ്ഥയിലേക്കുള്ള ഒരു പ്രയാണമാണ് നോമ്പ്. ബുദ്ധൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഞാൻ ഈ സമയം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. Desire is a root cause of all social evils and sorrows. ആഗ്രഹമാണ് എല്ലാ ദുഃഖങ്ങളുടെയും അടിസ്ഥാന കാരണം. ഈ ഒരു തിരിച്ചറിവ് നോമ്പ് കാലത്തിൻ്റെ ഏറ്റവും വലിയ ധ്യാനചിന്തയായി നമുക്ക് സ്വീകരിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ ദുഃഖിതനായി കഴിയുന്ന കായലിനെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. കായലിനോട് കർത്താവായ ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട്. കായേൻ, നീ കോപിച്ചിരിക്കുന്നത് എന്തിന്? നീ ദുഃഖിച്ചിരിക്കുന്നത് എന്തിന്? അവൻ്റെ ആഗ്രഹം ദുരാഗ്രഹമായി മാറിക്കഴിഞ്ഞിരുന്നു. ഇന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴാണ് ദുരാഗ്രഹങ്ങളായി മാറുക? ഇന്ന് പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധപ്പോരുകൾ, സംഘട്ടനങ്ങൾ, കൊലപാതകങ്ങൾ, കുഞ്ഞുങ്ങളെ വരെ നിഷ്കരണം വധിക്കുന്ന ആശയങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ആഗ്രഹങ്ങൾ വളർന്ന് ദുരാഗ്രഹങ്ങളായി മാറുന്നു. എന്താണ് നമ്മുടെ ആഗ്രഹം? ഓരോ ക്രിസ്ത്യാനിയും അനുകരിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. ആ ക്രിസ്തുവിനെ അനുകരിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ദുരാഗ്രഹങ്ങളായി മന്ദീഭവിക്കുന്നത്. എന്താണ് നമ്മുടെ ആഗ്രഹം? ദൈവത്തെ സ്നേഹിക്കുക, ആ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കുക. 10 കുഷ്ഠരോഗികളെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അവരുടെ ദുഃഖം സന്തോഷമായി മാറി. പക്ഷേ ഒരുവന് മാത്രമേ ആ സന്തോഷം ഗുരുവുമായി പങ്കിടുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അവൻ തിരികെ വന്ന് ഗുരുവിന് സാഷ്ടാംഗം പ്രണാമം ചെയ്ത് നന്ദി പറയുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ രാഷ്ട്രത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ഒന്ന് പരിശോധിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണ് ദർശിക്കുന്നത്? ആഗ്രഹങ്ങൾക്ക് പകരം അത് വളർന്ന് ദുരാഗ്രഹമായി, പലപ്പോഴും അപരനേക്കാൾ കൂടുതൽ മെച്ചമായി വളരണമെന്നുള്ള സ്വാർത്ഥ ചിന്തകളല്ലേ? എന്തുകൊണ്ട് ഇന്ന് യുദ്ധങ്ങളും യുദ്ധഭീതികളും കെടുതികളും ഇന്ന് സമൂഹത്തിൽ വർദ്ധിക്കുന്നു? സ്വാർത്ഥതയുടെ ചിന്താമണ്ഡലങ്ങളിൽ ആഗ്രഹം ദുരാഗ്രഹമായി വളർന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ഇന്ന് അപരനേക്കാൾ ഞാൻ വളരുകയും മറ്റുള്ളവർ തളരുകയും ചെയ്യണമെന്നുള്ള ചിന്താഗതി നമ്മെ ഓരോരുത്തരെയും തിന്മയിലേക്ക് നയിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ നോമ്പ് കാലത്തിൽ നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാകുമ്പോൾ ആ ജീവിത ദുഃഖങ്ങളെ നന്ദിയോടെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നേരുന്നു.